മറ്റൊരു വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 4 മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. കൗശാംബിയിലാണ് അപകടമുണ്ടായത്. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അച്യുതൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയും പൊട്ടിത്തെറികളുടെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഈ അപകടത്തിന് കാരണമായത് എന്താണ്? പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ? ഗോകുൽ, ഈ കൗശാംബിയിലെ അപകടത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. വിവരം ലഭിച്ച ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയും അതുപോലെ തന്നെ ആംബുലൻസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊട്ടിത്തെറിയിൽ 4 പേർ മരിച്ചതായും 6ഓളം പേർക്ക് പരിക്കേറ്റതുമായാണ് പോലീസ് അറിയിച്ചത്. ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ജനവാസ മേഖലയിൽ നിന്നും പടക്ക നിർമ്മാണശാല അകലെ ആയതിനാൽ തന്നെ വലിയ ആളപായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അതുകൊണ്ട് തന്നെ അത് ആശ്വാസകരമായ ഒന്നായിരുന്നു. സ്ഫോടനത്തിന്റെ കാരണം അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ലൈസൻസോടുകൂടി പ്രവർത്തിച്ച പടക്ക നിർമ്മാണശാലയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. ഗോകുൽ, ശരി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. യു പിയിലെ പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ 4 പേരാണ് മരിച്ചത്.